ഹായ് ഓൾ ജിൻസ് കോക്ക്. വിവ വിവ വേണമെങ്കിൽ വിവാഹ് എന്ന് വേണമെങ്കിൽ വായിക്കാം. കാരണം ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള സ്പെല്ലിംഗ് എന്ന് പറയുന്നത് VIVAH. അപ്പോൾ ഇത് H സൈലൻ്റ് ആക്കിയിട്ടാണ് മലയാളത്തിൽ വിവ. എൻ്റെ ധ്യാൻകുട്ടൻ്റെ പടമാണ്. ആദ്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ബ്ലസൻ എൽസ. സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം, ബ്ലസൻ എൽസ. ELSSA ആണ് എൽസ. ഇതിൽ വേറെ നടിയുണ്ട്, ധ്യാനിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച സ്ത്രീ. അവരുടെ പേര് നയന എൽസ. അത് ELZA ആണ്. ELZA എന്ന് പറയും, ജെൻസി എന്ന് പറയുമ്പോൾ ELZA. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൾക്കാർ. ബാക്കി ആൾക്കാരെയും പറയാം. അപ്പം ഇതൊരു സ്മൂത്ത് പേസ്ഡ് എന്താ ഫാമിലി ഡ്രാമ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇതിൻ്റെ ടാഗ് ലൈൻ കൊടുത്തേക്കുന്നത്. ഇത് 1 മണിക്കൂർ 41 മിനിറ്റായി സിനിമയുള്ളൂ. ഈ സിനിമ ഞാൻ കണ്ട കഥ ഞാൻ പറയണില്ല, അത് വേറെ ബാക്ക് സ്റ്റോറി ഉണ്ട്, ഞാൻ പറയുന്നില്ല. ഞാൻ സാറിന് പറയാറില്ല, പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ റിവ്യൂവിൽ പറയാറില്ല. അപ്പോൾ ഞാൻ കണ്ടു, ഈ സിനിമ കണ്ടു, സംഹൗ മാനേജ്ഡ്. ഈ 1 മണിക്കൂർ 41 മിനിറ്റ് ഐ റിയലി എൻജോയ്ഡ്. കാരണം അതുപോലത്തെ അയ്യോ അവരാധിക്കുന്നേ അതുപോലത്തെ മലങ്കൾട്ടാണ്. പോരായിട്ട് ഇതൊരു ഏപ്പടമാണ്, A സർട്ടിഫിക്കേഷനാണ്. പക്ഷേ ഇത് ജസ്റ്റ് നോട്ട് A സർട്ടിഫിക്കേഷൻ എന്നുള്ളതല്ല, പഴയ ഏപ്പടല്ലേ നമ്മൾ 2000-ൻ്റെ തുടക്കത്തിൽ കണ്ടുള്ള ഷക്കീല, മറിയ, രേഷ്മ, സിന്ധു, അതുപോലത്തെ കുറേ സീൻസ് ഉണ്ട് ഇതിനകത്ത്. ഈ സിനിമ ബ്ലസൻ എൽസ ഡയറക്റ്റ് ചെയ്ത് എഴുതിയ ആരാ അഭിഷേക്. ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന അഭിഷേകെ മോനെ, നീ കുറേ ഏപ്പടം കണ്ടിട്ടുണ്ടെന്ന് മനസ്സിലായി. നീ ദേവാറയൻ ബാബി യൂട്യൂബിൽ അടിച്ചു നോക്കിയേ, ദേവാറയൻ ബാബി ഇഷ്ടംപോലെ വീഡിയോസ് നീ സ്ഥിരമായിട്ട് കാണാറുണ്ടെന്ന് മനസ്സിലായി. അതായത് എൻ്റെ ഓർമ്മകളിലേക്ക് അഭിഷേക്, എൻ്റെ ഓർമ്മകളിലേക്ക് താങ്കൾ എന്നെ കൊണ്ടുപോയി. 2000-ൻ്റെ തുടക്കത്തിലുള്ള പരിപാടി ഉണ്ടല്ലോ, 2001, 2002, 2003 ആ സമയത്ത്. എൻ്റെ സ്ഥലം കോഴിക്കോടാണ്, പേരാമ്പ്രയാണ്. പേരാമ്പ്ര കൃഷ്ണഗീത. അപ്പോൾ പേരാമ്പ്ര കൃഷ്ണഗീതയിൽ പോകാൻ പറ്റില്ല, കാരണം അവിടെ എൻ്റെ നാട്ടുകാരുണ്ടാവും. അപ്പോൾ എൻ്റെ അടുത്ത ബെസ്റ്റ് ചോയ്സ് ആണ് കൊയിലാണ്ടി അമ്പാടി. ഇപ്പോഴും അങ്ങനെ തന്നെ, ഇപ്പോൾ ഏപ്പടം വരുന്നില്ല, പക്ഷേ ഇപ്പോഴും ഗതി പിടിക്കാത്ത തിയേറ്ററാണ് കൊയിലാണ്ടി. ഒറ്റ തിയേറ്റർ പോലും ഇല്ല. ആർക്കെങ്കിലും കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മക്കളെ, കൊയിലാണ്ടി ഒരു മൾട്ടിപ്ലക്സോ അല്ലെങ്കിൽ കിങ് സൈസ് തിയേറ്റർ തുടങ്ങിക്കഴിഞ്ഞാൽ വൻ ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് കൊയിലാണ്ടി തിയേറ്റർ ഇല്ലാത്തത്. ബാലുശ്ശേരി ഉണ്ട്, പേരാമ്പ്ര അലങ്കാറുണ്ട്, കൃഷ്ണഗീത മാറി അലങ്കാറുണ്ട്, പിന്നെ കാലിക്കറ്റ്. അപ്പം ഞാൻ വിഷയം വ്യതിചലിച്ചു പോയി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അഭിഷേക് നല്ല നല്ല എഴുത്തുകാരനാണ്. അതായത് ഇതിന് വലിയ ഭാവനയൊന്നും ആവശ്യമില്ല. കണ്ടിട്ടുള്ള ദേവാർ ബാബി, ഏപ്പടങ്ങൾ, ഷക്കീല, മറിയ, രേഷ്മ, ഇനി കുറച്ചുകൂടെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ 90s-ലുള്ള 80s-ലുള്ള ഈ സംഭവം പരിപാടികളുണ്ടല്ലോ. ഈ അഭിഷേക് വൻ ഊമ്പിക്കൽ ടീമാട്ടോ. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മിഡ് നൈറ്റ് അറ്റ് മുള്ളംകൊല്ലി എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അതിനകത്ത് അഖിൽമാരാറെ ഊമ്പിച്ച്, അഖിൽമാരാറെ ഓൾറെഡി ഊമ്പി തെറ്റിയിരിക്കുവാണ് ഇപ്പോഴും, അത് വേറെ കാര്യം. അത് ഞാൻ പറയുന്നില്ല. ഡ്യൂ ടു ഹിസ് പൊളിറ്റിക്കൽ റീസൺസ് മത്സരിച്ച് തോറ്റ് പാർട്ടി 2020 മാറി NDA പോയി, വീണ്ടും വന്ന് പുള്ളി ഇപ്പം കളിയിലാണ് നിൽക്കുക. അപ്പം ഐ ആം നോട്ട് കമ്മിറ്റിംഗ് ഓൺ ദാറ്റ്. ഞാൻ പറഞ്ഞത് ആ സിനിമയെക്കുറിച്ച്. മിഡ് നൈറ്റ് അറ്റ് മുള്ളംകൊല്ലിക്ക് അകത്ത് ഇയാളാണ് അഭിഷേക് അതിൽ മെയിന്. അഖിൽമാരെ ഊമ്പിച്ച്. അതുപോലെ ധ്യാനിനെ പിന്നെ ആർക്കും ഊമ്പിക്കാൻ പറ്റൂല. ഉള്ള കാരണം എന്താ? ഇറ്റ്സ് മാസ്റ്റർ മൈൻഡ്. നിങ്ങൾ ധ്യാനിനെ ഊമ്പിക്കുകയാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരു പ്രൊഡ്യൂസറോ ഡയറക്ടറോ അല്ലെങ്കിൽ അഭിഷേകിനെ പോലത്തെ റൈറ്ററോ അല്ലെങ്കിൽ ബ്ലസൻ എൽസയൊക്കെ പടെടുക്കുക. പക്ഷേ നിങ്ങൾ ചിന്തിച്ച് നിർത്തുന്ന സ്ഥലത്ത് പുള്ളി ചിന്തിച്ചു തുടങ്ങും ധ്യാൻ. അതല്ലേ ധ്യാൻ ഈ പടത്തിന് ഡേറ്റ് കൊടുത്തേ. ഇതൊരു ഫ്ലാറ്റിൽ നടക്കുന്ന കഥയാ. ഫ്ലാറ്റിനകത്ത് കഥ നടന്നാൽ എന്താ സുഖം? ഫുൾ ഇൻറ്റീരിയറാ, പൈസ ചെലവില്ല. ഇതിലാകെ ഞാൻ എണ്ണിപ്പറയാം, ഒരു സോങ് ഉണ്ട് എക്സ്റ്റീരിയർ. അത് തന്നെ ഇതിൽ ധ്യാനിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച സ്ത്രീ നയന എൽസ, അവർ സാരി ഉടുക്കുമ്പോഴൊരു സോങ്. പിന്നെ അനീഷ് ഗോപാൽ, മറ്റേ ഓൾഡ് മങ്കല്ല,
ഓൾഡ് മങ്ക് നമ്മൾ സാധനമല്ലേ. ഇത് യെല്ലോ ടൂത്തിൻ്റെ അനീഷ് ഗോപാൽ പുള്ളിയും കൂതറയിൽ ഒരു പെണ്ണിനെ കിസ്സടിച്ചപ്പോഴേ എനിക്ക് ചൊറിഞ്ഞ കാര്യം വന്ന ഈ ചങ്ങായിക്ക് എങ്ങനെ ഇങ്ങനത്തെ കഥാപാത്രം കിട്ടുന്ന അനീഷ് ഗോപാലിന് കിസ്സടിക്കുക, ഇങ്ങനത്തെ പരിപാടി, ബെഡ്റൂം സീൻസ്, റേപ്പ് അറ്റംപ്റ്റ്. ഇതിൽ ശ്രുതി ജയനാണ് അനീഷ് ഗോപാലിൻ്റെ ഭാര്യ. ഞാൻ അതിന് വിശദാംശങ്ങളിൽ വരാം. ഇത് ഭയങ്കര ഇത് 1 മണിക്കൂർ 41 മിനിറ്റുള്ള സിനിമയ്ക്ക് ഏകദേശം അതിൻ്റെ പകുതി സമയത്തുള്ള റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഐ ഹാവ് ദാറ്റ്, ഐ ഓൺ ദാറ്റ്. ഓക്കെ, അതാ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പിന്നെ സിനിമയ്ക്കകത്ത് ഉള്ള കഥാപാത്രങ്ങൾ ഞാൻ എന്തോ പറയാൻ വന്ന് വ്യതിചലിച്ചു പോയി. അങ്ങനെ പറയുകയാണ്, ഈ ഒരു സിനിമ പറഞ്ഞാൽ കിട്ടി സാധനം കിട്ടി. ഫ്ലാറ്റ്. അപ്പോൾ ഇതൊരു ഫ്ലാറ്റ്, അതായത് ഞാൻ പറയാം, എക്സ്റ്റീരിയർ ഷോട്ട്സ് ഇല്ല, സീൻസ് ഇല്ല. ഒന്ന് അനീഷ് ഗോപാൽ ഭാര്യയെ കൊണ്ടുപോകുന്ന സീന്, പിന്നെ മറ്റോള് നയന എൽസ സാരി ഉടുത്തിട്ട് എന്തോ കാണിക്കുന്നൊരു സീന്, പിന്നെ ഹോസ്പിറ്റൽ സീന്, പിന്നെ ഒരു ഫ്ലാറ്റിന് പുറത്തുള്ള ഒരു ഫ്രണ്ട് ഓഫീസിന് പുറത്തുള്ള മറ്റേ സെക്യൂരിറ്റി നിൽക്കുന്ന സീന്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ മറ്റേ പൊന്നിയിൻ സെൽവൻ ആരാ അറിയോ? പൊന്നിയിൻ സെൽവൻ ആരാ? ഇതിൻ്റെ പ്രൊഡ്യൂസർ സെൽവൻ പൊന്നിയൻ. അതിന് സെൽവം ആയിക്കഴിഞ്ഞാലും പാവം, ഇയാളെ ഊമ്പിച്ചിട്ട് ഇവർ ഫ്ലാറ്റിൽ കയറിക്കൂടി ഇവർ ഷൂട്ട് നടക്കുന്ന അത്രയും ദിവസം അവിടെ സുഖിച്ച്. ഓ, ധ്യാൻ്റെ ഒക്കെ ലൈഫാണ് ലൈഫ്. കഠിനാധ്വാനത്തിൽ വരുന്ന ഞങ്ങളുടെ ശ്രീ പൊന്നിയൻ സെൽവനെ സമർപ്പിക്കുന്നു. കഠിനാധ്വാനത്തിൽ വന്ന ശ്രീ പൊന്നിയൻ സെൽവനെ ഈ സിനിമ സമർപ്പിക്കുന്നു. കഠിനാധ്വാനത്തിൽ വന്ന ശ്രീ പൊന്നിയൻ സെൽവനെ ഈ സിനിമ സമർപ്പിക്കുന്നു. ഇത് ലോട്ടറി അനൗൺസ്മെൻറ്റോ നാട്ടിലില്ലേ നമ്മളെ ഒരു വെള്ളരി നാടോ അല്ലെങ്കിൽ ചന്തപ്പറമ്പിലോ അല്ല ഉത്സവപ്പറമ്പിലോ പള്ളിപ്പെരുന്നാളിനൊക്കെ നമ്മൾ ഒരു അനൗൺസ്മെൻറ്റ് നടത്തൂലേ, സൗണ്ട് ആൻഡ് ലൈറ്റ് തന്ന് സഹകരിച്ച എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു നന്ദി, നാട്ടുകാർക്ക് നന്ദി. അപ്പം ഇതിൽ പറയാം, കണ്ണാതിന് ഞങ്ങൾ നന്ദി. ആരാ പ്രൊഡ്യൂസർ? ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവില്ല, തെളിച്ച് പറയാം. അതായത് കഠിനാധ്വാനത്തിലൂടെ ഉയർന്നു വന്ന ശ്രീ പൊന്നിയിൻ സെൽവന് നന്ദി. ആരായി പൊന്നിയിൻ സെൽവൻ? സെൽവൻ പൊന്നിയൻ. ആരാത്? ഇതിന്റെ പ്രൊഡ്യൂസറാ. അയാളെ ഊമ്പിച്ചിട്ടാണ് ഇവര് നന്ദി എഴുതി കാണിക്കുമല്ല, വോയിസിൽ നന്ദി. കഠിനാധ്വാനത്തിൽ ഉയർന്നു വന്ന ശ്രീ സെൽവൻ പൊന്നിയൻ നന്ദി. അയ്യ ഇത്രേ തോലിക്കൊട്ട് എൻ്റെ അഭിഷേക നീയൊക്കെ. അയ്യോ ധ്യാൻ കൂട്ടറാൻ പറയില്ല, ധ്യാൻ ഇതൊക്കെ തമാശ കളിയാണ്. ഞാൻ പറഞ്ഞ ഒരു പ്രൊഡ്യൂസറെ ഊമ്പിച്ച് വിട്ടിട്ട് നന്ദി. അയ്യയ്യേ. അപ്പോൾ അതാ ഞാൻ പറയാൻ വന്ന സംഭവം. അപ്പോൾ ഇനി ശ്രദ്ധിച്ച് കേൾക്കുക. 4 ആണുങ്ങളും 4 പെണ്ണുങ്ങളും അവരെ ഭാര്യമാർ. ഈ ഫ്ലാറ്റാണ് ഇതിൻ്റെ സംഭവം. ഈ ഏപ്പടം നടക്കുന്നത് ഫ്ലാറ്റിലാണല്ലോ ഇത് സൗകര്യം. അപ്പം ഒന്ന് ധ്യാൻ, രാകേഷ് ചേട്ടൻ മുമ്പി കേട്ടോ, രാകേഷ് ചേട്ടൻ, ധ്യാൻ, പിന്നെ ധ്രുവൻ ചെയ്ത കഥാപാത്രം, പിന്നെ അനീഷ് ഗോപാലിൻ്റെ കഥാപാത്രം, പിന്നെ അഭിഷേകിൻ്റെ കഥാപാത്രം, പിന്നെ ഇവരുടെ ഭാര്യമാർ. അർച്ചന വിവേകാണ് ധ്രുവൻ്റെ ഭാര്യ. നോട്ട് ദ പോയിന്റ്, അർച്ചന വിവേക് ലെസ്ബിയനാണ്. ഇത് ഞാൻ പിന്നെ കണക്ട് ചെയ്ത് പറയാം. ഇനി നൈറ നിഹാറാണ് അഭിഷേകിൻ്റെ ഭാര്യ. പെർഫെക്റ്റ് കപ്പിളാണ്, പെർഫെക്റ്റ് ന്യൂലി മാരീഡ് കപ്പിൾ. പിന്നെ ശ്രുതി ജയനാണ് അനീഷ് ഗോപാലിൻ്റെ ഭാര്യ. പിന്നെയുള്ളത് ധ്യാനിൻ്റെ ഭാര്യ, നേരത്തെ പറഞ്ഞല്ലോ, നയന എൽസ. ഓ, നയന എൽസയുടെ എക്സ്പ്രഷൻ ഫുൾ എക്സ്പ്രഷനാണ്. എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഫുള്ള്. എൻ്റെ അമ്മോ, മറ്റേ പെണ്ണുണ്ടല്ലോ, ധ്രുവൻ്റെ ഭാര്യയുടെ അഭിനയിച്ച ആ പെണ്ണില്ലേ, ആ പെണ്ണ് തുടക്കത്തിൽ മരിക്കാൻ നോക്കുക. എവിടെയാണ് ഈ സ്ത്രീ മരിക്കാൻ നോക്കുന്നത്? ബാത്തബിൽ മറ്റേ എന്താ പറയുക, വീൻ കട്ടിയിട്ട് മരിക്കുന്ന സീൻസ് ആദ്യം കാലം മുതലുള്ളതാണ്. വീൻ കട്ട് ചെയ്യുന്നു, ബാത്തബിൽ വെള്ളം ഓണാക്കുന്നു, കിടക്കുന്നു, ബ്ലഡ് ഇറങ്ങുന്നു, മൊത്തം റെഡിഷ് ആവുന്നു.
ഇതല്ല. ബാത്തബിൽ മുങ്ങി വരിക്കണം. ബാത്തബിൽ എങ്ങനെ മുങ്ങി വരിക്കുക? ഒന്നുകിൽ ഒരാൾ മുക്കിക്കൊല്ലാം ബാത്തബിൽ. സൂയിസൈഡ് എങ്ങനെയാ ബാത്തബിൻ്റെ അകത്ത്? നമ്മളിങ്ങനെ കഴുത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ബാത്തബിൻ്റെ അകത്ത് നമ്മൾ തന്നെ പിടിക്കുമോ? എനിക്കറിയില്ല. ബാത്തബിൻ്റെ മുങ്ങി മരിക്കാൻ നോക്കുന്ന സ്ത്രീ, അതാണ് അർച്ചനയുടെ ക്യാരക്ടർ. അപ്പോൾ അർച്ചന വിവേക് ആ ക്യാരക്ടർ ലെസ്ബിയനാണ്. അപ്പോൾ ഇവൾക്ക് പുരുഷന്മാരോട് താല്പര്യമില്ല, സ്ത്രീകളോട് താല്പര്യം. ഓക്കെ, ആക്സെപ്റ്റഡ്. അതങ്ങനെയാണ്, അങ്ങനെ സംഭവിക്കാം. പക്ഷേ ഈ ധ്രുവനെ പോലത്തെ ഒരു മൊണ്ണേഷ് കുമാർ, ഒരു പൊട്ടാൻ ക്യാരക്ടർ, ഇവൻ അച്ചാനാ ധ്രുവൻ്റെ അകത്ത്. അതുകൊണ്ട് എന്നതോ എന്ന് പറഞ്ഞിട്ട് ഇവൻ എന്ത് മൊണ്ണയുടെ ഹനീഷ് ഗോപാലിൻ്റെ അടുത്ത് അടി വാങ്ങിയ നീ നാണമില്ലേ? അയ്യ, ഹനീഷ് ഗോപാലിനെ പോലത്തെ ഒരടിക്ക് 4 പീസാവേണ്ട ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങി ആര്? ധ്രുവ. ഇത്രയും മറ്റേ നമ്മുടെ കണ്ണൂർ സ്കൂളിലൊക്കെ വില്ലനാ. ആലോചിക്കണം, ധ്രുവനെ എന്തിനെ ക്യാരക്ടർ എടുത്ത് എനിക്കറിയില്ല. ഹനീഷ് ഗോപാലിന് അടി വാങ്ങിയിട്ട് ലാസ്റ്റ് ഹനീഷ് ഗോപാലിൻ്റെ തലയ്ക്ക് പുള്ളി ഫാന് വെച്ച് അടിക്കും. അപ്പം ഹനീഷ് ഗോപാൽ ഇങ്ങനെ, ഇതെന്താ അത് 2 വിരൽ, ഒരുത്തന്നെ തലയ്ക്ക് ഫാന് കൊണ്ട് അടി കൊണ്ട് ഹനീഷ് ഗോപാൽ ഇങ്ങനെ. എന്തോ ഹനീഷ് ഗോപാലെ നീ കാണിച്ചത്? നിനക്ക് വയ്യേ? നിനക്ക് തകരാറാണോ ഇങ്ങനെ നീ കാണിക്കുന്നത്? എൻ്റെ പൊന്നോ, ഈ പടത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ 1 മണിക്കൂർ 41 മിനിറ്റുള്ള സിനിമയെക്കുറിച്ച് ഞാൻ അരമണിക്കൂറെങ്കിലും പറയേണ്ടി വരും. ഇതുപോലത്തെ ഒരു അപരാധം പിടിച്ച പടം. പക്ഷെ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. റീവിസിറ്റിംഗ് മൈ പാസ്റ്റ്. അപ്പോൾ അതാണ് ധ്രുവൻ, ധ്യാൻ, അനീഷ് ഗോപാൽ, പിന്നെ മറ്റേ അഭിഷേക്. അപ്പോൾ അഭിഷേക് ആണല്ലോ ഇതിലെ മെയിൻ. അഭിഷേക് ഊമ്പിക്കലാണല്ലോ. അപ്പോൾ അഭിഷേകിൻ്റെ ഫൈറ്റൊക്കെ ഉണ്ട്. വാവ സുരേഷല്ല, അരിസ്റ്റോ സുരേഷ് ഫ്ലാറ്റിൽ വരുന്ന ആൾക്കടുത്ത് പറയണേ, പാലും പത്രവും ഞാൻ തരാം, നീ എന്തോ ഹർത്താലിനൊന്ന് മറ്റേ കൊടുക്കുന്ന ആളാണോ പാലും പത്രവും കൊടുക്കാൻ? അരിസ്റ്റോ സുരേഷ് എന്തൊക്കെയാണ് പറയുന്നത്? ഓക്കെ, അരിസ്റ്റോ സുരേഷിന് കുഴപ്പമില്ല, എഴുതി കൊടുത്തതല്ല. പാലും പത്രവും ഞാൻ തരാമെന്ന് എന്തിന്? നിങ്ങളെടുത്ത് തന്നെ പാലും പത്രവും ചോദിച്ചോ? അരിസ്റ്റോ സുരേഷിനെ തല്ലാൻ വേണ്ടിയിട്ട് ആരെ വരും? എന്താ കാരണം? അരിസ്റ്റോ സുരേഷ് ഗേറ്റ് തുറന്നു കൊടുത്തില്ല. ആരെ ഹോൺ അടിച്ചപ്പോൾ. താറിൽ വരുന്ന ആൾക്കാരൊക്കെ വില്ലന്മാരാണല്ലോ. താറിൽ വന്നിട്ട് ഹോൺ അടിച്ചപ്പോൾ ഗേറ്റ് തുറന്നു കൊടുത്തില്ല അരിസ്റ്റോ സുരേഷ്. അപ്പം അരിസ്റ്റോ സുരേഷ് ഇങ്ങനെ അടിക്കുമ്പം അഭിഷേകിൻ്റെ ഫൈറ്റാണ്. വാണ ഫൈറ്റ്. എൻ്റെ അരിസ്റ്റോ സുരേഷിൻ്റെ അഭിഷേകിൻ്റെ ഭാര്യ ഇങ്ങനെ മറ്റേ ഉർവശി കാണിക്കില്ലോ ഇതിനകത്ത് ഭരതത്തിൽ. എന്തൊക്കെ വരാതാണ്. അപ്പം ഞാനിനി കാര്യമായ കാര്യത്തിൽ കിടക്കാം. ധ്യാൻ്റെ ഭാര്യ, ധ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ റെപ്ലിക്ക ഓഫ് ധ്യാൻസ് ക്യാരക്ടർ. അതായത് മടിയൻ തടിയൻ, പിന്നെ പോരാഞ്ഞിട്ട് പുള്ളിക്ക് വൈഫായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല. പുള്ളിക്ക് മെയിൻ പരിപാടി വെച്ചാൽ പുള്ളി ടെക്കിയാണ്. ഫുൾ ടൈം മറ്റേ മാക്ബുക്ക് എടുത്തിട്ട് ഫ്ലാറ്റിൽ വന്നു കഴിഞ്ഞാൽ മൊത്തം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് വൈഫായിട്ട് കളിയൊക്കെ ഉണ്ട്, ഒരു കളി പോലെ കാണിക്കുന്നൊക്കെ ഉണ്ട്, കാലിലൊക്കെ പിടിച്ചിട്ട്. പക്ഷേ അത് മാത്രമേ കളി മാത്രമേ ഉള്ളൂ, അറ്റാച്ച്മെൻ്റ് ഇല്ല. കളി കഴിഞ്ഞാൽ പുള്ളി കിടന്നുറങ്ങും. വേറെ അറ്റാച്ച്മെൻറ്റോ കെയറിങ്ങോ ഒരു സെൻസിബിലിറ്റിയോ ഒരു സാധനം ഒന്നുമില്ല. അങ്ങനത്തെ ഒരാൾ. അതായത് ഞാൻ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണ്. അപ്പോൾ അതാണ് ധ്യാൻ്റെ ക്യാരക്ടർ. അപ്പോൾ ഇത് ഫ്ലാറ്റിലാണ്. അതുകൊണ്ട് എന്താണ്, ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിലാണ് അഭിഷേകും വൈഫും. അപ്പോൾ ഈ അഭിഷേകിൻ്റെ ഇൻട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൊടൂരമുള്ള ഇൻട്രോ ആണ്. ഇൻട്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ഏപ്പടത്തൽ ഇൻട്രോ. അഭിഷേകിൻ്റെ കയ്യിൽ രണ്ട് കാർഡ്ബോർഡിൻ്റെ 2 പെട്ടി ഉണ്ടാവും. അയ്യോ, ഇവന് ഈ മയറിന് ഇത് താഴെ വെക്കാൻ പറ്റൂലേ, ഈ കാർഡ്ബോർഡിൻ്റെ പെട്ടി? എന്നിട്ട് അവനത് ഡോറ് തുറന്നൂടെ? പറ്റൂല. കാർഡ്ബോർഡിൻ്റെ പെട്ടി ഇവന് നിലത്ത് വെക്കാൻ പറ്റൂല. അപ്പോൾ അടുത്ത ധ്യാൻ്റെ ഭാര്യയെ വിളിക്കുന്നു, നയനാലിസനെ വിളിക്കുന്നു. നയനാലിസ വരുന്നു. അയ്യോ, തുറന്നു വരും. അപ്പോൾ ഇവൻ്റെ കീ ഇവിടെ ഉള്ള കീ ഇവൻ്റെ പോക്കറ്റിലുള്ള. അപ്പോൾ പോക്കറ്റിലിട്ട് കീ എടുക്കുമ്പോൾ കണ്ടോ, അതാണ് അഭിഷേക്. നീ എഴുതി അഭിഷേക്, നീ ഏപ്പണം. അതുപോലെ തന്നെ നീ മെയിനായിട്ടുള്ള ദേവാർ ആൻഡ് ബാബിയാണ് നീ മെയിനായിട്ട് കണ്ടുള്ളത്. അതിൽ മാത്രമേ ഇങ്ങനത്തെ പരിപാടി ഉള്ളത്. എൻ്റെ അല്ലാതെ നോട്ടിയം മേക്കിലും ജോണി സിനിസിലൊന്നും ഞാൻ പരിപാടി കണ്ടില്ല. കാർബോർഡിൻ്റെ പെട്ടിയെടുത്ത് എന്നിട്ട് പോക്കറ്റിൽ നിന്ന് കൈയിട്ടെടുത്ത് തുറക്കുന്നു. അപ്പോൾ നട്ടുച്ചയ്ക്ക് പൊരി വെയിലത്ത് പെട്ടെന്നൊരു ഇടി വെട്ടുന്നു. ഇടി വെട്ടുമ്പോൾ കെട്ടിപ്പിടിക്കുന്നു. ആരെ?
നയന എൽസ അഭിഷേകിനെ കെട്ടിപ്പിടിക്കും, എന്തോ ഇടിവെട്ടി. അയ്യോ നാണോ ഇല്ലടാ ഇതുപോലത്തെ സിനിമയൊക്കെ ഇറക്കിയിട്ട്. അയ്യ എടാ പഴയ സിനിമ കാണാ, ഷക്കീല, മറിയ, രേഷ്മ, സിന്ധു കാണടാ, കാണ്. പഴയ വേറെ പടമുണ്ട്, പടത്തിന് പേരാൻ മറന്നു, എന്നാ പ്രചോദകം ഉണ്ടോ പടത്തിനകത്ത്, അതൊക്കെ കാണ്. നട്ടുച്ചയ്ക്ക് ഇടിവെട്ടിയിട്ട് നയന എൽസ വന്ന് അഭിഷേകിനെ കെട്ടിപ്പിടിക്കോ, ഇവനെ പെട്ടി താഴെ വെക്കാൻ പറ്റില്ല, ഇടിയും പെട്ടി. അയ്യോ എന്നിട്ടോ വല്ല കളി കാണിക്കുകയോ അതുമില്ല. ഇത് ഏപ്പടം എന്ന് പറഞ്ഞ എ സർട്ടിഫിക്കേഷൻ മാത്രമല്ല, ഒന്നുമില്ല. ചുമ്മാ കെട്ടിപ്പിടിക്കും കിടക്കും, കെട്ടിപ്പിടിക്കും കിടക്കും. പിന്നെ പഴയ സിനിമ ആണെങ്കിൽ മറ്റേ കുതിര ഓടുന്ന സാധനം ഉണ്ടല്ലോ, ഹോസ് പവർ, കുതിര ഓടുന്ന സാധനം കാണിക്കണേ, അങ്ങനത്തെ ഇൻട്രോ. ഇവൻ എന്താണ്, ഇവന് ആ പെട്ടി താഴെ വെച്ച് തുറന്നത് എന്താണ്? അയ്യേ അയ്യേ ഇങ്ങനത്തെ കുറേ സീൻസാണ് ഇതിൽ. എന്നെ ചിരിപ്പിച്ചു പോകുന്ന കുറേ സീൻസ് എന്ന് വെച്ചാൽ, ഈ അഭിഷേകിൻ്റെ ഭാര്യ ഭയങ്കര റൊമാൻറ്റിക് കപ്പിളാണ്, ന്യൂലി മാരീഡാണ്, ഭയങ്കര എന്താ റാപ്പുമാണ്, കെമിസ്ട്രിയാണ്. അപ്പോൾ അത് കണ്ടിട്ട് അവർ ഒരുമിച്ച് ഡ്രിങ്ക്സ് ഒക്കെ അടിക്കും, ചില്ല് ചെയ്യും. അതുകൊണ്ട് ധ്യാനിൻ്റെ ഭാര്യ ഈ നയന എൽസ 2 ബിയർ വാങ്ങിച്ചിട്ട് വരും, ഒരുമിച്ച് ഷെയർ ചെയ്ത് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവളിങ്ങനെ കൊണ്ടുപോകും 2 ബിയർ. അപ്പം ധ്യാനിന് സന്തോഷമാണ്. ധ്യാൻ വീക്കെൻഡിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകും. ക്രിക്കറ്റ് കളിച്ച് അടിച്ച് കിണ്ടിയായിട്ട് വരുന്നത്, എന്നിട്ട് വയറും വെച്ച് കിടന്നുറങ്ങും. ചിലപ്പം കളിക്കുമായിരിക്കും ഭാര്യനെ, എന്നിട്ട് വയറും വെച്ച് കിടന്നുറങ്ങും. ഇതാണ് ധ്യാൻ്റെ പരിപാടി. അപ്പോൾ ഈ ബിയർ കൊണ്ടുവച്ചിട്ട് ഇവളിങ്ങനെ ഷെയർ ചെയ്യും. അപ്പോൾ ഇവളെ അമ്മ വിളിക്കും, ആര്, നയന എൽസയുടെ അമ്മ വിളിക്കും. അമ്മ വിളിക്കുന്ന സമയത്ത് കോളെടുത്ത് ബാൽക്കണിയിൽ പോകും. അപ്പം ബാൽക്കണിയിൽ പോയിട്ട് കോൾ ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് കോൾ ചെയ്തിട്ട്, അത്രയും സമയം സിനിമയെ കാണിക്കുന്നില്ല, ഓക്കെ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അമ്മയോട് സംസാരിക്കുകയായിരുന്നു. തിരിച്ചു വരുമ്പോൾ 2 ബിയർ എന്താണ് അടിച്ച് ധ്യാൻ അടിച്ച് 2 ബിയർ അടിച്ച് ധ്യാൻ ഇങ്ങനെ വയറ് വെച്ച് കിടക്കുക ബെഡിൽ. പക്ഷെ എൻ്റെ പൊന്നിവളാകെ ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. അപ്പോൾ അവൾക്ക് അഭിഷേകിൻ്റെ അടുത്ത് എന്ത് ചെയ്യണം, നമുക്ക് സ്വാഭാവികമായിട്ട് അട്രാക്ഷൻ വരും. ഭർത്താവ് മൊണ്ണയാണല്ലോ, വയറും വെച്ച് ചുമ്മാ കളിച്ച് കിടന്നുറങ്ങുന്ന, ഫുൾ ടൈം ബിസി ആയിട്ടുള്ള, ടെക്കി ആയിട്ടുള്ള, മാക്ബുക്കിനകത്ത് കുത്തിയിരിക്കുന്ന, സൺഡേ മാത്രം ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് വെള്ളടിച്ച് വരുന്ന ഒരു താറി. അപ്പോൾ അതാണ് അങ്ങനെ. ഇനി ഇതിൽ അനീഷ് ഗോപാലിൻ്റെ കഥാപാത്രം മുസ്ലിമാണ്. പുള്ളി ഭയങ്കര ട്രഡീഷണലി മുസ്ലിമാണ്. സ്ത്രീകളെ പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നില്ല, ജോലിക്ക് വിടാൻ ആഗ്രഹിക്കുന്നില്ല. പുള്ളിയുടെ പാരമ്പര്യം അതാണ്. സ്ത്രീയെ തല്ലും. പുള്ളി ഈവൻ ഹി ട്രൈ ടു റേപ്പ് ശ്രുതി ജയനെ റേപ്പ് ചെയ്യാൻ നോക്കിയ കഥാപാത്രത്തെ ഞാൻ പറയുന്നത്. ശ്രുതി ജയൻ ചെയ്ത കഥാപാത്രം റേപ്പ് ചെയ്യാൻ നോക്കി. എന്തിന്? അത്രയും ഭീകരനായിട്ടുള്ള ഒരുത്തൻ. പക്ഷെ ഇവൻ എന്തിനാണ് ധ്രുവനെ തല്ലിയത്? എടാ ധ്രുവ, വെരി ബാഡ് മാൻ, അനീഷ് ഗോപാലിൻ്റെ അടുത്തൊക്കെ തല്ല് വാങ്ങിക്കുന്നു. അയ്യയ്യയ്യയ്യേ, ഒന്നുകില്ലേ കണ്ണൂർ സ്കൂളിലെ വില്ലനല്ലേ ഈ ഊച്ചാളി അനീഷ് ഗോപാലിൻ്റെ അടുത്ത് നിന്ന് തല്ല് വാങ്ങിക്കുന്നു. അയ്യയ്യയ്യേ, ലാസ്റ്റ് ഫാനെ വെച്ച് അടിച്ച്. ഓക്കെ, ഇതിലേറ്റവും ഊമ്പിയ കഥാപാത്രം ധ്രുവൻ്റെ ആണ്. ബാക്കി എല്ലാവർക്കും ഹാപ്പി എൻഡിങ്ങാണ്. അതിനിടയ്ക്ക് മറ്റേ ലെസ്ബിയൻ ഉണ്ടല്ലോ, ലെസ്ബിയൻ ആരാ? ധ്രുവൻ്റെ ഭാര്യ. ധ്രുവൻ്റെ ഭാര്യയും ശ്രുതി ജയനും കൂടെ സെറ്റാവും. ശ്രുതി ജയൻ അനീഷ് ഗോപാലിൻ്റെ ഭാര്യ. നിങ്ങൾക്ക് മൊത്തം കൺഫ്യൂഷനായി കാണും. ഒരു കുഴപ്പമില്ല. അപ്പം ശ്രുതി ജയൻ പറയാം, നിനക്ക് അങ്ങനത്തെ ഉദ്ദേശമുണ്ടോ? നോ, എനിക്ക് അങ്ങനത്തെ ലെസ്ബിയൻ മറ്റേ ഫിസിക്കൽ ഉദ്ദേശമില്ല, ഓൺലി അറ്റാച്ച്മെൻറ്റ്. അങ്ങനെ അവർ ഇങ്ങനത്തെ ഒരു അപരാധിച്ച പടം. പക്ഷേ 1 മണിക്കൂർ 41 മിനിറ്റ് ഞാൻ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. ഇതിൽ പിന്നെ പാട്ടുകൾ വരുന്നുണ്ട്, പിന്നെ അപരാധങ്ങൾ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ അങ്ങനത്തെ കുറേ സീൻ ബൈ സീൻ. ഇതിൽ ഭീകരമായ ഒരു ട്വിസ്റ്റ് പറയാനുണ്ട്. അവസാനമുള്ള ട്വിസ്റ്റാണ്, ടൈലൻഡിലുള്ള സാധനമാണ്. ഞാൻ പറയുവാണ്, സ്പോയിലറാണ്. താല്പര്യമില്ലാത്ത ആൾക്കാർ ഇവിടെ വെച്ച് വീഡിയോ കാണാൻ നിർത്തിക്കോ. ശരണയെ വിശാഖ ചെയ്ത കഥാപാത്രം ബാംഗ്ലൂർ ആചാര്യ കോളേജിൽ പഠിച്ചാണ്. അവരെയാണ് അനീഷ് ഗോപാൽ സെക്കൻഡ് മാരേജ് ചെയ്യുന്നത്. സ്പോയിലറാണ്, ഐ ആം സെയിങ് ദാറ്റ്. പിന്നെ ഇതിൽ ഏറ്റവും നോസ്റ്റാൾജിക്കായിട്ട് തോന്നിയ കാര്യം, പണ്ട് സിൽക്ക് സ്മിതയും ഷക്കീലയും കൂടെ അഭിനയിച്ചൊരു സിനിമയുണ്ട്. അതിൽ ഷക്കീലെ കളിക്കുന്ന സമയത്ത് സിൽക്ക് സ്മിത കാണുന്നുണ്ട് ഒളിച്ചു നോക്കുന്ന സമയത്ത്. അങ്ങനെ കുറേ സിനിമയിലുണ്ട്. അതുപോലെ ഈ സിനിമയ്ക്കകത്ത് അഭിഷേകേ മോനെ ഹെൽത്തെല്ലാം ഓക്കെ അല്ലേ? നീ നന്നായിട്ട് കണ്ടിട്ടുണ്ട്, മനസ്സിലായി കേട്ടോ. ദേവാറും ബാബിയും പിന്നെ ഈ പറഞ്ഞ ഏപ്പടം മൊത്തം നീ കണ്ട് മനസ്സിലായി. അത് ഇതിൽ ഞാൻ പറഞ്ഞ നയന എൽസയുടെ ക്യാരക്ടർ മറ്റേ അഭിഷേകിൻ്റെ ഫ്ലാറ്റിൽ കയറിയിട്ട് അഭിഷേകും ഭാര്യയും കൂടെ കളിക്കണത് മറ്റേ ജനലിൻ്റെ ഇത് പൊക്കിയിട്ട് നോക്കുക.
എന്തുവാണ് അതൊക്കെ? ഇതൊക്കെ ഇപ്പോഴും ഇങ്ങനത്തെ സീനൊക്കെ എഴുതുക, അതിൽ അഭിനയിക്കുക, അത് ഷൂട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, അത് പ്രോസസ്സ് ചെയ്യുക, എന്നിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, തിയേറ്ററിൽ കൊണ്ടുവരിക, ഇറക്കുക. അയ്യോ, സമ്മതിച്ചേ ഞാൻ കൂട്ടാ ലൈഫ് തന്നെ മുത്തേ. നമോ ഭാഗം.